റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പക്ഷേ ഫാത്തിമയുടെ കവാടം തുറന്നു കൊടുത്തില്ല. ഇവര് മൂന്ന് പേരും സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. അലിയോട് പറഞ്ഞു, നീ ചെന്ന് ചോദിക്ക്, നിനക്കുള്ളതാണ്, ഞങ്ങൾക്കൊന്നും തിരുനബി തരാത്തതൊക്കെ ആളെ കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് സയ്യിദുന അലി. പക്ഷെ അലി ലജ്ജയോടുകൂടെ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കില്ല. എന്റെ മാന്യത, എന്റെ അവസ്ഥ, എന്റെ അടുപ്പം, എന്റെ പ്രഭാവം, തിരുനബിയുമായുള്ള ബന്ധം എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ ധൈര്യമില്ല, അവകാശമില്ലല്ലോ, എനിക്ക് അർഹതയില്ലല്ലോ. അപ്പോഴ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ തന്റെ പ്രിയപ്പെട്ട മറുമകനായി സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബിനെ വിളിച്ചു വരുത്തി കൊണ്ടുവന്ന് പുതിയാപ്ലയായി സ്വീകരിച്ചതാണ്. യാ റസൂലല്ലാഹി യാ മൻ ഖസ്സ ബിസ്സഹ്റാ അലിയൻ. അതെ, ആഴത്തിൽ ആലോചിക്കുമ്പോൾ സയ്യിദുന നബിയുടെ പരിശുദ്ധമായ പരമ്പര നിലനിൽക്കുന്നത് ഫാത്തിമത്തു സഹ്റയിലൂടെയാണ്. സയ്യിദുന അലിയാണ് ധർമ്മനായി കടന്നു വരുന്നത്. അവരുടെ മക്കളാണ് ഇന്ന് ലോകത്തെങ്ങുമുള്ള ലക്ഷക്കണക്കിന് അഹ്ലുൽ ബൈത്ത്. ഗുരു പരമ്പരകളിലെ സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി ഫാത്തിമത്തു സഹ്റയുടെ പേരക്കുട്ടിയാണ്. സയ്യിദി അഹ്മദ് റിഫായി ഫാത്തിമത്തു സഹ്റയുടെ പേരമോനാണ്. സയ്യിദി അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു 4 കിതാബുകൾ. സയ്യിദി ഇബ്രാഹിമുൽ ഖുറശി ദുസൂഖി അൽ ഹുസൈനിയാണ്. 4 ആധ്യാത്മ ചക്രവർത്തിമാരും ഫാത്തിമത്തു സഹ്റയുടെ പരമ്പരയിലൂടെ കടന്നു വന്നതാണ്. ലക്ഷക്കണക്കിന് ഔലിയാക്കൾ, മശായിഖുമാർ, ആധ്യാത്മ താവഴിയുടെ പിന്മുറക്കാർ ഫാത്തിമത്തു സഹ്റയുടെ മക്കളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. പരിശുദ്ധ മദീന മുനവ്വറയിലെ ദിനരാത്രങ്ങൾ ആത്മീയമായി വസന്തോത്സവങ്ങളാണ്. അനുഭൂതി നൽകുന്ന സായുജ്യ സാക്ഷാത്കാരത്തിന്റെ നിമിഷങ്ങളാണ്. പരിശുദ്ധ മദീന മുനവ്വറയിൽ എത്തുമ്പോൾ ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ പ്രണയാർദ്രമായി പ്രാപിക്കുവാനുള്ള മോഹമാണ് സത്യവിശ്വാസിക്ക്. അതിന് അനുകൂലമാകുന്ന എന്തെല്ലാം വഴികളുണ്ടോ അന്വേഷിക്കും. സ്വാഭാവികമാണ്. സർവശക്തനായ സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് ഒരു വിശ്വാസിക്ക് ഒരു കവാടമാണുള്ളത്. ബാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫായുടെ കവാടത്തിലൂടെ വേണം അള്ളാഹുവിനെ പ്രാപിക്കുവാൻ. എല്ലാ അമ്പിയാക്കൾക്കും എല്ലാ മുർസലീങ്ങൾക്കും അതാണ് കവാടം. സയ്യിദുനാ റസൂലുള്ളാഹിയെ ലഭിച്ച സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മത്തുകൾക്ക് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിയാം വണ്ണം പ്രാപിക്കുവാൻ വിവിധ പോംവഴികളുണ്ട്. അവിടത്തോടുള്ള മഹബത്ത് നിലനിർത്തുക, സ്വലാത്തു സലാം വർദ്ധിപ്പിക്കുക, അവിടുത്തെ തിരുചര്യകൾ ജീവിതത്തിൽ പരിപാലിക്കുക, അവിടുത്തെ സന്ദേശത്തെ മുറുകെ പിടിക്കുക, ഇതൊക്കെ ഓരോ വഴികളാണ്. എന്നാൽ ആധ്യാത്മിക ഭാഷയിൽ പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവ്യക്തിത്വത്തെ പ്രാപിക്കാൻ കൽബിൽ നിന്ന് കൽബിലേക്കുള്ള ബന്ധം വേണം. അത് അഹ്ലുൽ ബൈത്തിലൂടെയാണ് അതിന്റെ നേറുവഴി. സയ്യിദുനാ റസൂലുള്ളാഹിയുടെ അരുമ മകൾ പ്രിയപ്പെട്ട ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ തിരുനബിയിലേക്ക് നമുക്ക് ബന്ധം സ്ഥാപിക്കാനുള്ള ഉത്തമവതിയാണ്. ആ കവാടത്തിലൂടെ സയ്യിദുനാ അലിക്ക് റളിയല്ലാഹു അൻഹുവിലൂടെ ആദരവായ റസൂലുള്ളാഹിയിലേക്ക് നല്ല നിമിഷങ്ങളാണ്. മദീന മുനവ്വറയിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ കുറിച്ച് മലയാളത്തിൽ ആവിഷ്കരിച്ച ചരിത്രകാന്ഡവും ദർശനകാന്ഡവുമെല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ആദരവായ റസൂലുള്ളാഹിയുടെ ഭൗതിക സ്പർശങ്ങൾ ലഭിച്ച പുണ്യമദീനയിലൂടെ കണ്ണോടിച്ചു, കൽബോടിച്ചു. ആത്മദൃഷ്ടികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിക്കുന്നു പ്രാപിക്കാൻ. തിരുനബിയെ പ്രാപിക്കുവാൻ ഏറ്റവും നല്ല വഴി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയുടെ
കോന്തൽ പിടിക്കലാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ സാക്ഷാത്കാരം എന്നോണം മദീന മുനവ്വറയിലെ ഈ നിമിഷങ്ങളിൽ അസ്സയ്യിദത്തു ഉമ്മുന ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മനോഹരമായി ചൊല്ലിയ 3-4 ഈരടികൾ മനസ്സിലേക്ക് റൗള ഷരീഫിൽ വെച്ച് ഓർമ്മയിലേക്ക് വന്നു. മറ്റാരുടെയുമല്ല, കവിത്വത്തിലൂടെ തിരുനബിയെ ദാർശനികമായി അവതരിപ്പിച്ച ഭാരതത്തിന്റെ മഹാകവി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹാകവി ഡോക്ടർ അല്ലാമ സർ മുഹമ്മദ് ഇഖ്ബാൽ. മനോഹരമാണ് ഇഖ്ബാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പാടിയത്. ഫാത്തിമത്തു സഹ്റയിലൂടെ സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹാരിത ഡോക്ടർ അല്ലാമ സർ ഇഖ്ബാൽ അവതരിപ്പിക്കുന്നുണ്ട്. സ്നേഹം, പ്രണയം, അതിന് വേഷങ്ങളുമായി ബന്ധമില്ല, ജാടകളും കാപട്യങ്ങളും അവിടെ ഇല്ല. ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ പ്രകാശിപ്പിച്ച പ്രവാചക പ്രണയത്തിന്റെ വരികളെ പോലെ മുത്തുരത്നങ്ങൾ ഇന്ത്യയിൽ വേറെ വിരിഞ്ഞിട്ടില്ല. യൂറോപ്യൻ വസ്ത്രധാരണത്തിലായിരുന്നു. താടിയും തലപ്പാവും മാത്രം നോക്കി ആളുകളെ വിലയിരുത്താൻ കഴിയില്ലെന്ന് പ്രണയത്തിന്റെ മുൻപിൽ ഡോക്ടർ അല്ലാമ സർ മുഹമ്മദ് ഇഖ്ബാലിന്റെ ജീവിത ചരിത്രം സാക്ഷിയാണ്. അദ്ദേഹം 1877 ഇന്ത്യയിൽ പഞ്ചാബിൽ ജനിച്ച് 1938 സമാധിയാകുന്നത്. ആ കാലയളവിലെല്ലാം യൂറോപ്യൻ പാശ്ചാത്യ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ കൂടെയാണ് അദ്ദേഹം കൂടുതലും സഞ്ചരിച്ചത്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ആദരിക്കപ്പെട്ടു സർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ. അദ്ദേഹത്തിന്റെ വേഷവും രൂപവും പാശ്ചാത്യവും, അദ്ദേഹത്തിന്റെ മനസ്സും വിചാരവും മദനിയുമായിരുന്നു. മദീന മുനവ്വറയിൽ നിന്നാണ് അല്ലാമ ഡോക്ടർ ഇഖ്ബാൽ എനർജി സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ വിചാര വികാരങ്ങളെല്ലാം സത്യവിശ്വാസികളെ വല്ലാതെ കൺകുളിർപ്പിക്കും, മനസ്സ് വല്ലാതെ ആഹ്ലാദിപ്പിക്കും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പരിശുദ്ധ ആദർശത്തിൽ നിന്നുകൊണ്ട് ആദരവായ റസൂലുള്ളാഹിയെ ഫാത്തിമ ബീവിയുടെ ഡോറിലൂടെ, പരിപ്രേക്ഷത്തിലൂടെ കാണാൻ, പ്രകാശിപ്പിക്കാൻ സൗഭാഗ്യം നേടിയ ആളാണ് ഡോക്ടർ അല്ലാമ സർ മുഹമ്മദ് ഇഖ്ബാൽ. ഇവിടെ മദീന പുണ്യ പൂങ്കാവനത്തിൽ വന്നപ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പ്രവേശം ലഭിക്കാൻ, നമുക്കൊക്കെ ഒരു ബന്ധം ലഭിച്ച ബന്ധം സുസ്ഥാപിതമായി കിട്ടാൻ മനസ്സാഗ്രഹിച്ചു, മോഹിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പ്രകാശിപ്പിച്ചിട്ടുണ്ട് അറബി ഭാഷയിൽ. അത്രയ്ക്കൊന്നും സുന്ദരമായ വരികൾ മറ്റെവിടെയെങ്കിലും ഉള്ളതായി കരുതുന്നില്ല. തഅത്വഫ് യാ റഹീമൻ ബി വഖൗമി ബിഉമ്മി സയ്യിദാത്തി ത്വാഹിറാത്തി. പരിശുദ്ധവതികളായ ലോകൈക മാതാക്കളുടെ മുഴുവൻ മാതാവാണ് ഉമ്മുന സഹ്റാഉ ദാത്തുൽ ഇജ്തിബാ. തെരഞ്ഞെടുപ്പിന്റെ എല്ലാം ലഭിച്ച ഫാത്തിമത്തു സഹ്റ. നമ്മുടെ ഗുരുനാഥൻ വല്ലാതെ ഹൃദയം കൊണ്ട്, ആത്മദൃഷ്ടി കൊണ്ടാണ് ഫാത്തിമത്തു സഹ്റയിനെ ആവിഷ്കരിച്ചത്. അവിടെയുള്ള ഒരു വരിയും അല്ലാമ ഡോക്ടർ മുഹമ്മദ് ഇഖ്ബാലിന്റെ ഉറുദുവിലുള്ള മനോഹരമായൊരു വരിയും അടുപ്പിച്ചു നിർത്തി മനനം ചെയ്യാൻ പറ്റും. മഹാഗുരുവിന്റെ സാക്ഷ്യമൊഴി അഅ്തത്തി സഹ്റ അളീമൈനി ഫമൻ തബദത് ഖസ്വിയ. 2 മഹാഗുരുക്കന്മാരെ, ലോകത്തെ ആകമാനം പ്രശോഭിപ്പിക്കുന്ന 2 മഹാത്മാക്കൾ, സയ്യിദുൽ ഇമാമുൽ ഹസൻ, സയ്യിദുൽ ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഈ 2 മഹാത്മാക്കളെ സമ്മാനിച്ചയാളാണ് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ. വേണമെങ്കിൽ 3 എന്ന് പറയാം. അസ്സയ്യിദത്തു സൈനബ് ഖുറത്തു കുല്ലി ഐൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ. എന്നാൽ ഈ 2 മഹാത്മാക്കളെ ലോകത്തിന് സമ്മാനിച്ച, ആ 2ലൂടെ ശതകോടികൾ മഹാന്മാരെ ഈ ലോകത്തിന് സമ്മാനിച്ച ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ. ഈ ഒരു രീതിയിലൂടെയാണ് നമ്മുടെ ഗുരുനാഥൻ
എന്നിട്ടും ബീവി ഫാത്തിമത്തു സഹ്റാന്റെ ആധ്യാത്മ ഔന്നിത്യം അത് വല്ലാത്തതാണ്. സയ്യിദാത്തുൽ കൗനി കുല്ലുൻ, ലോക തലത്തിലെ നായികമാർ, അവരെ എല്ലാവരെയും ആധ്യാത്മികമായി ഉയർന്നു നിൽക്കുന്ന വ്യക്തിത്വമാണ് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ. ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്, യാ ഇസ്സ മുൻഫത്തിമിൻ ബിഫാത്തിമത്തല്ലതി ഫീ ഹിജ്രിഹാ മഹ്ദി ഫതാബ റിളാഉ. ലോകതലത്തിൽ വിശ്വഗുരുവായി വാഴാൻ പോകുന്ന അൽ ഇമാമുൽ മഹ്ദി അലൈഹിസ്സലാമിനെ തൊട്ടിലിട്ട് താരാട്ടുപാടി വളർത്തിയത് ഫാത്തിമത്തു സഹ്റ ആണ്. ഇത് ആലങ്കാരികമാണ്. കാരണം ആ താവഴിയിലൂടെയാണ് ഇമാം മഹ്ദിയുടെ വരവുണ്ടാവുക. എങ്കിൽ ഫാത്തിമത്തു സഹ്റാനെ ഏതെല്ലാം വിചാര വികാര ഭാഷയിലൂടെ വർണ്ണിക്കാൻ നമ്മുടെ കഴിവ്, നമ്മുടെ മികവ് ഒന്നുമില്ല. പക്ഷേ മഹബത്തുണ്ട്. അതുവഴി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ സവിധത്തിലേക്ക് പിടിച്ചു കയറാനുള്ള പരിശ്രമാണ്. സലാമൻ സലാമൻ യാ അബസ്സഹ്റാ അമാനൻ. എന്തൊരു ഹൃദയത്തിന്റെ മൊഴികളാണിതെല്ലാം. സലാമൻ യാ അബസ്സഹ്റാ അമാനൻ തറഖ്നാ ബാബ ഖൈരി ശാഫിഅത്തി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന ശുപാർശകരുടെ വിവിധ കവാടങ്ങൾ, വാതിലുകൾ പലതുമുണ്ട്. അതിലേക്കുള്ള വഴി ഞങ്ങൾ അന്വേഷിച്ചു. തറഖ്നാ കുല്ല ബാബിൻ ലം നജിദ്ഹാ. എല്ലാ കവാടങ്ങളെയും ഞങ്ങൾ ചെന്ന് മുട്ടി നോക്കി. ആദരവായ റസൂലുള്ളാഹിയിലേക്ക് ചെന്നു ചേരാനുള്ള മാർഗം എവിടെയാണ്? അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ തറഖ്നാ കുല്ല ബാബിൻ ലം നജിദ്ഹാ ഫജ്ഇനാ ബാബ ഗൈബിൽ ഹാഫിളാതി. സയ്യിദത്തു ഫാത്തിമത്തു സഹ്റാത്തിന് എന്തെല്ലാം സ്ഥാനമാന വിശേഷ ഓമന പേരുകളാണ് നമ്മുടെ ഗുരുനാഥൻ വർണ്ണിച്ചു നൽകിയത്. ബാബു ഖൈരിൽ ഹാഫിളാതി റസൂലുള്ളാഹി വസ്സഹ്റാഇ മാലി ലദൈക്കും ഗൈറു അജ്സിസ് സായിലാതി റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ തിരുനബിയെ വർണ്ണിക്കാൻ വേണ്ടി പറഞ്ഞ പല വരികളും ഉറുദു ഭാഷയിലെ ശ്രേഷ്ഠ മൊഴികളാണ്. അഹ്ലുൽ ബൈത്തിലെ മഹാന്മാരെ എല്ലാം ഇഖ്ബാൽ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വശ്യമായ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ തനിമയോടുകൂടി ഉറുദു ഭാഷയിൽ പ്രാവീണ്യം വേണം. ഉറുദു ഭാഷ അല്ലെങ്കിൽ തന്നെ സംഗീതാത്മകമായ മധുരമൊഴികളാണ്. ഡോക്ടർ അല്ലാമ ഇഖ്ബാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ഫാത്തിമത്തു സഹ്റാനെ, ഇമാം സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബിനെ, അതുപോലുള്ള മഹാഗുരുനാഥന്മാരെയൊക്കെ പാടി പുകഴ്ത്തിയ വരികൾ ഉറുദുവിലൂടെ പാടി ആസ്വദിക്കുമ്പോൾ കേൾക്കാൻ എന്തൊരു മനോഹരാണ്. ഉറുദു ഭാഷയിലുള്ള പ്രാവീണ്യ കുറവ് കൊണ്ടുള്ള ലജ്ജ പലപ്പോഴും ഉണ്ടാകാറുള്ളത് ഇത്തരം വരികളുടെ മുമ്പിലെത്തുമ്പോഴാണ്. നിസ്സഹായത മാത്രമേ പറയാനുള്ളൂ. എന്നാൽ ഏതോ ഭാഗ്യവാന്മാരായ അറബിക് പണ്ഡിതന്മാര് ഉറുദുവിനുള്ള അത്തരം വരികളെ അറബിയിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. അറബിയിലെ ഡോക്ടർ അല്ലാമ ഇഖ്ബാലിന്റെ ആ വരികൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പരിഭാഷക്കും ഉണ്ടോ ഇത്രയും വലിയ സാമർത്ഥ്യം? അസ്സീനു ലനാ വൽ ഹിന്ദു ലനാ വൽ അർളു ലനാ വൽ കുല്ലു ലനാ അദ്ഹൽ ഇസ്ലാമു ലനാ ദീനൻ ഫജമീഉൽ കൗനി ലനാ വതനാ. ഇന്ത്യ നമ്മുടേതാണ്, ചൈന നമ്മുടേതാണ്, ഭൂലോകം മുഴുവൻ നമ്മുടേതാണ്. പരിശുദ്ധ ഇസ്ലാം നമ്മുടെ ധർമ്മ മാർഗമാകുമ്പോഴും അല്ലാമ ഇഖ്ബാലിന്റെ വരിയാണ്. യാ ദിജ്ലതു ഹൽ സജ്ജൽതി അലാ ശത്വൈകി മആസിറ ഇസ്സതിനാ. ടൈഗ്രീസ് നദിയോട്, യൂഫ്രട്ടീസ് നദിയോട് അല്ലാമ ഇഖ്ബാൽ സംവദിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇസ്ലാമിന്റെ മക്കൾ വരച്ചു വെച്ച സാംസ്കാരികതയുടെ, ഔന്നിത്യത്തിന്റെ, നാഗരികതയുടെ
സയൻസിന്റെ, പഠനത്തിന്റെ, അറിവിന്റെ, ജ്ഞാനത്തിന്റെ വലിയ വലിയ വേലിയേറ്റങ്ങൾ സൃഷ്ടിച്ചവരാണ് ഈ ഉമ്മത്തിലെ പൂർവകാല മഹാന്മാരെന്ന് ഡോക്ടർ അല്ലാമ ഇഖ്ബാൽ ഉറുദുവിലൂടെ പറഞ്ഞത് അറബിയിലേക്ക് ലഭിച്ചപ്പോൾ എന്തെന്നില്ലാത്ത ഹരമുണ്ട് എങ്കിൽ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയെ ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, നസബുൽ മസീഹി ബനാലി മറിയം സീറതൻ ബഖിയത് അലാ തൂലിൽ മുദാ ദിക്റാഹാ. السيدة مريم عليها السلام يا مريم إن الله اصطفاك وطهرك واصطفاك على نساء العالمين. ബീവി മറിയം ഒരൊറ്റ കുഞ്ഞിലൂടെ പ്രിയപ്പെട്ട മകൻ ഈസ ഇബ്നു മറിയം അലൈഹിമുസ്സലാം, ആ ഒരൊറ്റ പുത്രനിലൂടെ മറിയം ലോകതലത്തിൽ ഔന്നിത്യത്തിന്റെ ശ്രീകോവിലെത്തി. ആദ്യം മറിയം ബീവിയെയും പ്രിയപ്പെട്ട പുത്രൻ സയ്യിദുനാ ഈസയെയും മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് കവി ഡോക്ടർ അല്ലാമ സർ മുഹമ്മദ് ഇഖ്ബാൽ. നസബുൽ മസീഹി ബനാലി മറിയം സീറതൻ ബഖിയത് അലാ തൂലിൽ മുദാ ദിക്റാഹാ. ലോകമുള്ളയിടത്തോളം കാലം മറിയമിന്റെ ഓർമ്മകളെ അനശ്വരമാക്കാൻ ആ ഒരൊറ്റ പുത്രനിലൂടെ ബീവി മറിയമിന് സാധിച്ചുവെങ്കിൽ ഇപ്പോഴെന്റെ കൺമുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന കഥാപാത്രം ബീവി ഫാത്തിമത്തു സഹ്റാ, അവര് ഈ ലോകത്തെ അനശ്വരപ്പെടുത്തിയ ചരിത്ര വ്യക്തിത്വങ്ങൾ ഒന്നല്ല, മൂന്നുണ്ട്. ഡോക്ടർ അല്ലാമ ഇഖ്ബാലിന്റെ ആ സാങ്കല്പികമായ ആവിഷ്കാരം വൽമജ്ദു യുശ്രിഖു മിൻ സലാസി മത്വാലിഇൻ في مهد فاطمة فما أعلاها هي بنت من هي زوج من هي أم من لا يداني في الفخار أباها. ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ അനശ്വരപ്പെടുത്തിയ ഈ വരി ഉറുദുവിൽ നിന്ന് അറബിയിലേക്ക് വന്നപ്പോൾ സൗന്ദര്യം മറ്റൊരു വഴിക്കാണ് പ്രകാശിക്കുന്നത്. ഫീ മഹ്ദി ഫാത്തിമത്തിൻ, ഫാത്തിമാ ബീവിയുടെ മടിത്തട്ടിലൂടെ ലോകത്തിന് ലഭിച്ച സമ്മാനങ്ങൾ സലാസു മതാലിഇൻ, 3 ഉദയങ്ങളാണ്, ഒന്നല്ല. അത് 2 രൂപത്തിൽ അർത്ഥം വെക്കണം. വ്യാപകമായി വെക്കുന്ന അർത്ഥം സയ്യിദുനാ റസൂൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഫാത്തിമയുടെ പ്രിയപ്പെട്ട ഉപ്പ. സയ്യിദത്തുന ഫാത്തിമയുടെ സമ്മാനങ്ങളിൽ ഒന്നാണ് സയ്യിദുൽ ഇമാമുൽ ഹുസൈൻ. മറ്റൊന്നാണ് അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. ഈ 3 സലാസു മതാലിഅ കൊണ്ട് ഡോക്ടർ അല്ലാമ ഇഖ്ബാൽ കരുതിയിരിക്കുക? സംശയമാണ്. എല്ലാവരും അങ്ങനെ പറയാറുണ്ടെങ്കിലും ഈ വിനീതന് തോന്നുന്നത് സയ്യിദുനാ റസൂലുള്ളാഹിയെയും സയ്യിദുനാ അലിയെയും ഫാത്തിമ ബീവിയിലേക്ക് ചേർത്ത് പറയാം. എന്നാലും ഫാത്തിമ ബീവിയുടെ സംഭാവനകളാണെന്ന് പറയുന്നതിൽ അനൗചിത്യമുണ്ട്. പിന്നെ ഏതാണത്? സലാഹു മതാലിഅ, സയ്യിദുൽ ഇമാമുൽ ഹസൻ, സയ്യിദുൽ ഇമാമുൽ ഹുസൈൻ, സയ്യിദത്തുന സൈനബ് ഖുർറത്തി കുല്ലി ഐൻ. ഈ 3 പ്രഭവ കേന്ദ്രങ്ങളിലൂടെയാണ് അസ്സയ്യിദത്തു ഫാത്തിമത്തു സഹ്റാ ലക്ഷക്കണക്കായ അഹ്ലുൽ ബൈത്തിലെ എല്ലാ മഹാത്മാക്കളെയും നൽകിയത്. ആധ്യാത്മികതയുടെ ധർമ്മ പരമ്പരയുടെ കാവൽക്കാരായ മഹാന്മാരൊക്കെ ഫാത്തിമത്തു സഹ്റാന്റെ ഈ 3 പരമ്പരയിലൂടെയുള്ള സന്താനങ്ങളാണ്. അൽ ഹുസൈനി, അൽ ഹസനി. മറ്റൊരു മകളാണ് സയ്യിദുനാ അലിയുടെയും ഫാത്തിമത്തു സഹ്റാന്റെയും ദാമ്പത്യത്തിൽ വിരിഞ്ഞ മകളാണ് ബീവി അസ്സയ്യിദത്തു സൈനബ് റളിയല്ലാഹു അൻഹ. പക്ഷെ നമ്മുടെ ചരിത്രം അറിയുന്നവര് പോലും ഫാത്തിമ ബീവിയുടെയും അലിയാരുടെയും മക്കളുടെ കൂട്ടത്തിൽ സയ്യിദുനാ ഹസൻ ഹുസൈനെ പറയും. ഫാത്തിമത്തു സഹ്റാന്റെ മറ്റൊന്നാണ് സൈനബ്. അത് പലരും പറയാറില്ല. അൽഹംദുലില്ലാ, നമുക്ക് ഈ മദീനയിൽ അഭിമാനിക്കാം.
ഈ മൂന്ന് മഹാന്മാരെയും വെച്ച്, സയ്യിദ്ന അലിയെയും വെച്ച്, ഫാത്തിമത്തു സഹ്റാവിനെയും വെച്ച്, ആദരവായ റസൂലുള്ളാഹിയെയും വെച്ച് ദിനേന രാപ്പകലില്ലാതെ ഫാത്തിഹ സമർപ്പിക്കുന്നവരാണ്. അവരോടുള്ള സ്നേഹ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നവരാണ് നമ്മളൊക്കെ. അപ്പൊ മൂന്നുണ്ട്: ഹസൻ, ഹുസൈൻ, സൈനബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. അതായിരിക്കണം ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ പറഞ്ഞത് എന്ന് അനുമാനിക്കാൻ താഴെ വരുന്ന വരികൾ പിന്നീട് പറയുന്നതൊക്കെ അൽ ഇമാമുൽ ഹസനെ പേരെടുത്ത് അൽ ഇമാമുൽ ഹുസൈനെ പേരെടുത്താണ്. അതുപോലെ സയ്യിദത്തു സൈനബ് റളിയല്ലാഹു അൻഹ, അവരെ പറ്റിയൊക്കെയാണ് അടുത്ത വരികൾ. അല്ലാതെ സയ്യിദ്ന അലിയും സയ്യിദ്ന റസൂലുള്ളാഹിയും ഫാത്തിമത്തു സഹ്റാഇന്റെ പ്രശോഭിതമായ വഴിയിലൂടെ വന്നു എന്ന് പറയുന്നതിൽ അനൗചിത്യമുണ്ട്. പലരുടെയും വ്യാഖ്യാനം പുനഃപരിശോധിക്കേണ്ടതുമാണ്. വൽ മജ്ദു യുശ്രിഖു മിൻ സലാസി മതാലിഇ ഫീ മഹ്ദി ഫാത്തിമത്തിൻ ഫമാ അഅലാഹാ. എന്നിട്ട് ഇഖ്ബാൽ പറയുന്ന ആ വരിയില്ലേ, ഹിയ ബിന്തു മൻ ഹിയ സൗജു മൻ ഹിയ ഉമ്മു മൻ. ആരുടെ മകളാണവർ? സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഓമന മകൾ ഫാത്തിമത്തു ഖിത്അത്തുൻ മിൻ കബ്ദി എന്ന് പറഞ്ഞ അൻചി ഔലന്നാസി ലുഹൂഖൻ ബി എന്ന് പറഞ്ഞ സ്വർഗീയ തരുണികളുടെ നായികയാണ് മോളെ നീ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പറഞ്ഞ ഫാത്തിമത്തു സഹ്റാ ഹിയ ബിന്തു മൻ. ഫാത്തിമ ആരുടെ പുത്രിയാണ്? ഹിയ സൗജു മൻ, ആരുടെ ധർമ്മപത്നിയാണ്? ഇങ്ങനെ ഒരു ഭർത്താവിന് ലോകത്ത് വേറെ ഏതൊരു പെൺകൊടിക്ക് ലഭിച്ചു? അതുകൊണ്ടാണ് നമ്മുടെ ഗുരുനാഥൻ യാ റസൂലല്ലാഹി സിദ്നി യാ അതൂഫൻ യാ ഹനിയ യാ റസൂലല്ലാഹി യാ മൻ ഖസ്സ ബിസ്സഹ്റാ അലിയ. ഫാത്തിമത്തു സഹ്റ എന്ന ആ രത്നമുത്തിനെ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് പ്രത്യേകമായി സമ്മാനിച്ചു സയ്യിദുന റസൂലുള്ളാഹി. സയ്യിദുന അബൂബക്കർ മനസ്സുകൊണ്ട് മോഹിച്ചിരുന്നു ഫാത്തിമത്തു സഹ്റാവിനെ വരിക്കാൻ. ചെന്ന് പറഞ്ഞിരുന്നു അവരുടെ ഉപ്പയോട്. ഉമറുൽ ഫാറൂഖ് ആഗ്രഹിച്ചിരുന്നു, പറഞ്ഞു ചോദിച്ചിരുന്നു അവരോട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവരൊക്കെ മോഹിച്ചിരുന്നു. ഫാത്തിമത്തു സഹ്റാവിനെ മോഹിക്കാതിരിക്കാൻ ആർക്ക് കഴിയും? നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയായി മോഹിക്കാം, നിലനിർത്താം ഫാത്തിമത്തു സഹ്റ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ ഫാത്തിമയുടെ കവാടം തുറന്നു കൊടുത്തില്ല. ഇവർ മൂന്ന് പേരും സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. അലിയോട് പറഞ്ഞു, നീ ചെന്ന് ചോദിക്ക്, നിനക്കുള്ളതാണ്. ഞങ്ങൾക്കൊന്നും തിരുനബി തരാത്തതൊക്കെ അങ്ങ് കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് സയ്യിദുന അലി. പക്ഷെ അലി ലജ്ജയോടുകൂടെ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കില്ല. എന്റെ മാന്യത, എന്റെ അവസ്ഥ, എന്റെ അടുപ്പം, എന്റെ പ്രഭാവം, തിരുനബിയുമായുള്ള ബന്ധം എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ ധൈര്യമില്ല, അവകാശമില്ലല്ലോ, എനിക്ക് അർഹതയില്ലല്ലോ. അപ്പോഴ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തന്റെ പ്രിയപ്പെട്ട മറുമകനായി സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബിനെ വിളിച്ചു വരുത്തി കൊണ്ടുവന്ന് പുതിയാപ്ലയായി സ്വീകരിച്ചതാണ്. യാ റസൂലല്ലാഹി യാ മൻ ഖസ്സ ബിസ്സഹ്റാ അലിയൻ. അതെ, ആഴത്തിൽ ആലോചിക്കുമ്പോൾ സയ്യിദുന നബിയുടെ പരിശുദ്ധമായ പരമ്പര നിലനിൽക്കുന്നത് ഫാത്തിമത്തു സഹ്റായിലൂടെയാണ്. സയ്യിദുന അലിയാണ് ധർമ്മനായി കടന്നു വരുന്നത്. അവരുടെ മക്കളാണ് ഇന്ന് ലോകത്തെങ്ങുമുള്ള ലക്ഷക്കണക്കിന് അഹ്ലുൽ ബൈത്ത്. ഗുരു പരമ്പരകളിലെ സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി ഫാത്തിമത്തു സഹ്റാഇന്റെ പേരക്കുട്ടിയാണ്. സയ്യിദി അഹ്മദ് റിഫായി ഫാത്തിമത്തു സഹ്റാഇന്റെ പേരമോനാണ്. സയ്യിദി അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു 4 അഖ്താബുകൾ. സയ്യിദി ഇബ്രാഹിമുൽ ഖുറശി ദുസൂഖി അൽ ഹുസൈനിയാണ്. 4 ആധ്യാത്മ ചക്രവർത്തിമാരും ഫാത്തിമത്തു സഹ്റാഇന്റെ പരമ്പരയിലൂടെ കടന്നു വന്നതാണ്. ലക്ഷക്കണക്കിന് ഔലിയാക്കൾ, മശായിഖുമാർ, അധ്യാത്മ താവഴിയുടെ പിന്മുറക്കാർ
ഫാത്തിമത്തു സഹ്റാന്റെ മക്കളാണ്. ഫാത്തിമത്തു സഹ്റ ഹിയ ബിന്തു മൻ ഹിയ സൗജു മൻ ഹിയ ഉമ്മു മൻ മൻ ലാ യുളാഹി ഫിൽ ഫഖാരി അബാഹാ റഹ്മത്തുള്ളാഹി അലൈഹി. ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ. നമുക്ക് സ്നേഹം തോന്നുകയാണ്. ഇങ്ങനെ പറയാനൊക്കെ കഴിയണമെങ്കിൽ സർഗശേഷി മാത്രം പോരാ, ഈശ്വരീയ കടാക്ഷത്തിന്റെ സൗഭാഗ്യവും കൂടി വേണം. ആരുടെ മകളാണവർ, ആരുടെ ധർമ്മപത്നിയാണവർ, ആരുടെ മാതാമഹിയാണവർ? ഫാത്തിമത്തു സഹ്റാ ആരുടെ ഉമ്മയാണ് എന്നല്ല, ആരുടെ എല്ലാം ഉമ്മയാണ്. അത് കഴിഞ്ഞ് മന്ദായുദാനി ഫിൽ ഫഖാരി അബാഹാ, ഔന്നിത്യത്തിന്റെ പ്രഭാവത്തിൽ അവരുടെ ഉപ്പയോളം ഉയർന്നു നിൽക്കാൻ ലോകത്ത് ആരുണ്ട്? സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഡോക്ടർ അല്ലാമ ഇഖ്ബാലിന്റെ വരി, ഇത് അറബിയിലേക്ക് ഭാഷാന്തരം ചെയ്ത ഭാഗ്യവാൻ വല്ലാത്തൊരു കഴിവാണ് കാണിച്ചത്. هي ومضة من نور عين المصطفى هذه الشعوب إذا تروم هداها. മുസ്തഫായ തിരുനബിയുടെ ആത്മദൃഷ്ടിയിൽ നിന്നും സ്ഫുരിച്ച ഒരു പ്രകാശ കിരണമാണ് ഫാത്തിമത്തു സഹ്റ. هي ومضة من نور عين المصطفى. മുസ്തഫായ നബിയുടെ കോടാനുകോടി അൻവാറുകളെയും അസ്റാറുകളെയും അല്ലാഹു തആല നിറച്ചുവെച്ച പുന്നാര മുഹമ്മദ് മുസ്തഫായുടെ ഹൃദയ ദൃഷ്ടിയിൽ നിന്നും വിരിഞ്ഞ ഒരു രശ്മിയാണ്, ഒരു പ്രകാശ കിരണമാണ് ബീവി ഫാത്തിമത്തു സഹ്റ. എന്നിട്ട് പറയുന്ന വരികളൊക്കെ നമ്മുടെ സമയം ചുരുക്കുന്നു. هي رحمة للعالمين وكعبة الأعمال في الدنيا وفي أخراها. ഇവിടെ ഡോക്ടർ അല്ലാമ ഇഖ്ബാലിനെ പോലുള്ള ആത്മീയമായ ഔന്നിത്യത്തെ മനസ്സുകൊണ്ടും ആത്മതലത്തിലും വരിച്ച ഗുരുക്കന്മാര് അവര് പറയുമ്പോൾ വലിയ വലിയ പദപ്രയോഗമാണ്. അക്ഷരങ്ങളിലൂടെ മാത്രം അറിവിനെ നേടിയവർക്ക് അത് മനസ്സിലാവില്ല. ബുദ്ധി കൊണ്ട് മാത്രം അറിവുകളെ വിശകലനം ചെയ്തവർക്കും ഇതൊന്നും മനസ്സിലാവില്ല. ആത്മദൃഷ്ടി തുറന്നു വെക്കണം. ഖൽബിന്റെ കണ്ണും പോരാ, അതിന് ആത്മദൃഷ്ടി തുറക്കണം. കഅബത്തുൽ ആമാൽ, എന്തൊരു മനോഹരമായ പദവിയാണത്. പ്രത്യാശകളുടെ കഅബ മന്ദിരമാണ് ബീവി ഫാത്തിമത്തു സഹ്റ. ഹിയ റഹ്മത്തുൽ ലിൽ ആലമീൻ. അതെ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന് അല്ലാഹു പ്രഘോഷിച്ച സയ്യിദുന നബിയുടെ എല്ലാം അല്ലേ ഫാത്തിമത്തു സഹ്റ. ബിവഅതും മിന്നി. ഇനി എന്ത് വേണം? സയ്യിദുന നബി പറഞ്ഞത് അതല്ലേ ഡോക്ടർ അല്ലാമ ഇഖ്ബാൽ ആകട്ടെ, ആധ്യാത്മിക ഗുരുനാഥന്മാരൊക്കെ പറഞ്ഞത്. ഹിയ റഹ്മത്തുൽ ലിൽ ആലമീന വകഅബത്തുൽ ആമാലി ഫിദ്ദുനിയാ വഫീ ഉഖ്റാഹാ. ഇഹത്തിലും പരത്തിലും പ്രത്യാശകളുടെ കവാടമാണവര്. അതെ, അത് തന്നെയാണ് എപ്പോഴും എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഫാത്തിമത്തു സഹ്റാദിനെ ആത്മദൃഷ്ടിയിലൂടെ കണ്ടവർ പറഞ്ഞതൊന്ന് വേറെ. ഡോക്ടർ അല്ലാമ ഇഖ്ബാലിന്റെ വരികളൊക്കെ അങ്ങനെയാണല്ലോ കാണുന്നത്. കഅബത്തുൽ ആമാൽ എന്ന്, ഇഹത്തിലും പരത്തിലും പ്രത്യാശകളുടെ കഅബയാണ് ഫാത്തിമത്തു സഹ്റ എന്നൊക്കെ പറയണമെങ്കിൽ അക്ഷരവരികളിലൂടെ ഉള്ള അറിവുകൾക്ക് കഴിയില്ല. ദയവായി ഒരു കാര്യം ചെയ്യാം, കൽബ് തുറക്കാത്തവരും ആത്മദൃഷ്ടി തെളിയാത്തവരും ദയവായി വിഷമിപ്പിക്കരുത്. നിരൂപണം നടത്തി അരുതാത്തത് പറയരുത്. നമ്മുടെ കവാടങ്ങൾ കണ്ണു തുറന്നിട്ടില്ല എന്ന് പറയുക എന്നല്ലാതെ അറിയാളന്മാര്, കണ്ടെടുത്തവര്, ബോധ്യപ്പെട്ടവര്, ജ്ഞാനബോധമുള്ളവര് അവരൊക്കെ അങ്ങനെയാ പറയാ. വഅഖദ്തു മിൻ കുല്ലി റവാഫിദി ഇൽമഹാ വഖിസാല അബ്നാഹാ
എന്ന് ഈ ഉലകത്തെ ഈ കാലഘട്ടത്തിൽ കേൾപ്പിച്ച ഗുരുനാഥനുണ്ട് നമുക്ക്. അത് തീർച്ചയായും ഫാത്തിമത്തു സഹ്റാന്റെ ഉള്ളറകളിലേക്ക് കടന്നു എന്നുകൊണ്ടാണ് പറയുന്നത്. ഇമാമൻ ലിൽ അഇമ്മത്തി സയ്യിദ യാ മിൻഹത الزهراء والنبوية عقد الرجاء عليك عقد الرجاء عليك يا ابن المصطفى يا صنو فيض النفحة الحسنية. ആദരവായ റസൂലുള്ളാഹിയിൽ നിന്നും പ്രകാശിച്ച ആധ്യാത്മികതയുടെ അൻവാറുകളുടെ പ്രസരണങ്ങൾ ഏറ്റുവാങ്ങിയ എല്ലാ കൽബുകളും ഉറുദുവിലാണെങ്കിലും അറബിയിലാണെങ്കിലും അതിനി മലയാളത്തിലാണെങ്കിലും ഒരേ ധ്വനിയാണ്, ഒരേ മുഴക്കമാണ്, ഒരേ സ്ഫുരണമാണ്. അല്ലാമ ഡോക്ടർ മുഹമ്മദ് ഇഖ്ബാലിന്റെ വരികള് കഅബത്തുൽ ആമാലി ഫി ദുനിയ വഫി ഉഖ്റാഹാ. ഡോക്ടർ അല്ലാമ ഇഖ്ബാൽ വളരെ ഗംഭീരമായി പാടുന്നുണ്ട്. അൽ ഉമ്മഹാതു യലിദ്ന ലിശംസി ളിയാഅ വലിൽ ജവാഹിരി ഹുസ്നഹാ വസഫാഹാ. കവിഭാവന അത് ആധ്യാത്മികതയിൽ നിറഞ്ഞു നിൽക്കുന്നതായാൽ എന്തൊരു മധുരാണ് അതിന്. അൽ ഉമ്മഹാതു യലിദ്ന ലിശംസി ളിയാഅ. ഈ പരിശുദ്ധ മാതാക്കൾ ഫാത്തിമത്തു സഹ്റ, മറിയം ബീവി, അങ്ങനെ പലരും ഈ ആധ്യാത്മിക വനിതകളായ ഉമ്മമാരാണ് സൂര്യന് അതിന്റെ പ്രകാശത്തെ സമ്മാനിക്കുന്നത്. ഇത് പെട്ടെന്നൊന്നും വിശകലനം ചെയ്താൽ മനസ്സിലാവില്ല. സൂര്യന് വെളിച്ചം നൽകുന്നത് ഈ മാതാക്കളിലൂടെയാണ് എന്ന് പറയുന്ന വരിയൊക്കെ ഖുർആനിക പരിപ്രേക്ഷ്യത്തിൽ വായിക്കണം. വലിൽ ജവാഹിരി ഹുസ്നഹാ വസഫഹാ. രത്നമുത്തുകൾക്കൊക്കെ തിളക്കമുണ്ടെങ്കിൽ ആ വെളിച്ചം, ആ തിളക്കം, ആ ജ്വാല, ആ പ്രഭ ഈ മാതാക്കൾ വഴിയാണ് കടന്നു വന്നത് എന്ന് പറയുമ്പോ അതൊക്കെ വായിക്കാനും വേണം മനസ്സ് തുറക്കുക. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും ആമീൻ. ഹിയ ഉസ്വത്തുൻ ലിൽ ഉമ്മഹാതി വഖുദവത്തുൻ യതബസ്സമുൽ ഖമറുൽ മുനീറു ഖുതാഹാ ലമ്മാ ശക്കൽ മുഹ്താജു ഖൽഫ റിഹാബിഹാ റഖത്ത് ലിതിൽക النفس ഫീ ശക്വാഹാ. സയ്യിദുൽ ഹസനും സയ്യിദുൽ ഹുസൈനും സയ്യിദന സൈനബും ഒക്കെയുള്ള വീട്ടില് ഫാത്തിമത്തു സഹ്റ നിസ്കാരത്തിൽ മുഴുകിയിരിക്കവേ അലിയാരും ഉണ്ട് അവിടെ. ഒരു യാചകൻ വന്ന് വലുതും തരണേ എന്ന് ചോദിച്ചപ്പോഴും നിസ്കാര വേളയിൽ തന്നെ വിരലിൽ അണിഞ്ഞ മോതിരം കൈമാറിക്കൊടുത്ത ചരിത്രമുണ്ട്. അത് പരിശുദ്ധ ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ട പരാമർശം വന്നിട്ടുണ്ട് എന്നാണ് ചരിത്രം. അല്ലാമ ഇഖ്ബാൽ അത് ഉപയോഗിക്കുന്നുണ്ട്. ഫാത്തിമത്തു സഹ്റാനെ പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കാൻ കഴിയില്ല. ഡോക്ടർ അല്ലാമ ഇഖ്ബാലിന്റെ ഹൃദയത്തെ വല്ലാതെ കോരിത്തരിപ്പിക്കുന്ന ഉജ്ജ്വലമായ രണ്ടു വരികളും കൂടെ ഉണ്ട്. അവര് പറയാണ്, ബല്ലത്തു വിസാദതഹാ ലആലി ഉദംഇഹാ മിൻ തൂലി ഖശ്യതിഹാ വമിൻ തഖ്വാഹാ ജിബ്രീലു നഹ്വൽ അർശി യർഫഉ ദംഅഹാ ഖത്തുല്ലി യുർവി ഫിൽ ജിനാനി റുബാഹാ. ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് മൊഴിമാറ്റം നടക്കുമ്പോൾ ഇത്രയൊക്കെ അടിസ്ഥാനത്തോട് കൂറു പുലർത്താൻ കഴിയുമോ എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അത്. അല്ലാമ ഇഖ്ബാലിന്റെ ഉറുദുവിലുള്ള വരികൾ അറിയുന്നവർ അറബിയിലുള്ള ഈ മൊഴിമാറ്റത്തെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തൊരു ഭംഗി, എന്തൊരു അഴകാണ് ഈ വരിക്ക്. ഫാത്തിമത്തു സഹ്റാ അള്ളാഹുവിനോടുള്ള ഭയവിഹ്വലതയുടെ രമുകളിൽ കണ്ണീർ കണങ്ങൾ ഒഴിച്ചപ്പോൾ അവരുടെ കണ്ണീർ കണങ്ങളാകുന്ന മുത്തുമണികൾ തലേണെ നനപ്പിച്ചു. എന്നിട്ട് അള്ളാഹുവുമായുള്ള തഖ്വയുടെ ഖശ്യത്തിന്റെ ആഴം സയ്യിദുന ജിബ്രീൽ അർശിന്റെ ഭാഗത്തേക്ക് സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റാന്റെ അശ്രു കണങ്ങൾ നയിച്ചു കൊണ്ടുപോയി. എന്നിട്ട് ആകാശ ലോകത്ത് നിന്ന് ആ കണ്ണീർ മുത്തുകൾ
വെള്ളച്ചാട്ടമായി പെയ്തിറങ്ങുകയാണ് ലോകത്തേക്ക്. ഫാത്തിമത്തു സഹ്റ അള്ളാഹുവിന്റെ തഖ്വയാൽ കിടന്ന് കരയുന്നു, കണ്ണീർ പൊഴിക്കുന്നു. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം അതിനെ അർശിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്നും വലിയ വെള്ളച്ചാട്ടങ്ങളായി ഭൂമിയെ നനപ്പിക്കാൻ, ഹൃദയങ്ങളെ വസന്തം നിറക്കാൻ കോരിച്ചൊരിയുകയാണ്. ഇതൊക്കെയാണ് സാഹിത്യം, ഇതൊക്കെയാണ് മനോഹരമായ വരികൾ. അവസാനം അല്ലാമ ഇഖ്ബാൽ അവസാനിപ്പിക്കുന്ന രംഗമുണ്ട്. ചിലർക്ക് വ്യാകരണം കൊണ്ട് ഇതൊക്കെ പറയാൻ പേടിയായിരിക്കും. ഗുരുനാഥനിൽ നിന്ന് പഠിച്ച ഖുർആൻ സുന്നത്തിന്റെ വെളിച്ചത്തിൽ ഈ ഒരു ഉയർന്ന വാക്കുകളെങ്കിലും പറഞ്ഞ് ധന്യമാകാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഡോക്ടർ അല്ലാമ ഇഖ്ബാൽ പറയാണ്, ലൗലാ വുഖൂഫി ഇൻദ അംരിൽ മുസ്തഫ വഹുദൂദി ശിർഅതിഹി വനഹ്നു ഫിദാഹാ. മുസ്തഫ നബിയുടെ ശരീഅത്തിന്റെ നിയമവ്യവസ്ഥിതിയുടെ അതിരുകൾ ഇല്ലായിരുന്നെങ്കിൽ, വല്ലാത്തൊരു വാക്കാണത്. എന്റെ പ്രണയം, എന്റെ മഹബത്ത് ഫാത്തിമത്തു സഹ്റാനോട് വല്ലാതെ അങ്ങായിപ്പോയിരിക്കണു. എന്നാൽ ശരീഅത്തിന്റെ ഒരു നിയമമുണ്ട്. മുസ്തഫായ റസൂലുള്ളാഹി എല്ലാറ്റിനും ഒരു പരിധിയും പരിമിതിയും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതില്ലായിരുന്നെങ്കിൽ ലമവൈതു ലിത്തുവാഫി ഹൗല വരീഹിഹാ وغمرت بالقبلات طيب ثراها. ആദരവായ മുസ്തഫ നബിയുടെ ശരീഅത്തിന്റെ വിധിയും നിയമവും പരിധിയും പരിമിതിയും ഞാൻ ആദരിക്കുന്നു. അതില്ലായിരുന്നെങ്കിൽ ലമവൈതു ലിത്തുവാഫി ഹൗല വരീഹിഹാ. ഫാത്തിമത്തു സഹ്റാന്റെ മദീന പുണ്യ പൂങ്കാവനത്തിലുള്ള വരീഹിന്റെ ആധ്യാത്മ വിശ്രമ സങ്കേതത്തിന്റെ ചുറ്റും ഞാൻ പ്രദക്ഷിണം വെക്കുമായിരുന്നു. വഗമർതു ബിൽഖുബുലാത്തി ത്വീബ സറാഹാ. ഫാത്തിമത്തു സഹ്റാന്റെ മഖാമു ഷരീഫിന്റെ മുകളിലുള്ള മൺപൊടികൾ, മണൽപ്പൊടികൾ എടുത്തുകൊണ്ട് ഞാൻ എന്റെ മുഖത്ത് വെച്ച് അതിനെ വസന്തമണിയിപ്പിക്കുമായിരുന്നു. ഉമ്മ കൊടുത്ത്, ചുംബനം കൊടുത്ത്, വഗമർതു ബിൽഖുബുലാത്തി ത്വീബ സറാഹാ. ഫാത്തിമത്തു സഹ്റാന്റെ ഖബർ ഷരീഫിന്റെ മണ്ണെടുത്ത് ഞാൻ ഉമ്മ വെക്കുമായിരുന്നു. ഞാൻ ആ റൗളയുടെ ചുറ്റും പ്രദക്ഷിണം ചെയ്യുമായിരുന്നു. പക്ഷേ അതൊക്കെ ഒരു മര്യാദയിൽ നിലനിർത്തേണ്ടതാണ്. എന്നാലും ഹൃദയം പ്രദക്ഷിണം വെക്കും, മനസ്സ് കറങ്ങും. ഫാത്തിമത്തു സഹ്റയിലൂടെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിലേക്ക് പോകാൻ, കടന്നെത്താൻ, സ്വാഗതം എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ. ദർശനകാന്ഡം എഴുതിയപ്പോഴും സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് വല്ലാതെ ഹൃദയത്തെ നനപ്പിച്ചു. ആദരവായ റസൂലുള്ളാഹിയുടെ വിനയം, അവിടുത്തെ കാരുണ്യം, അവിടുന്ന് ഉമ്മത്തിനോട് കാണിച്ച വാത്സല്യം, അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സേവകന്മാരോ കൂട്ടുകാരോ ദൂരെ നിന്ന് വിളിച്ചാൽ യാ റസൂലല്ലാഹ്, യാ അബുൽ ഖാസിം എന്ന് വിളിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യുത്തരം ചെയ്തിരുന്നത് ലബ്ബൈക് ലബ്ബൈക്. തന്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളും ഭൃത്യന്മാരും തിരുനബിയെ വിളിക്കുമ്പോൾ ആദരവായ മുഹമ്മദ് മുസ്തഫ ഉത്തരം ചെയ്തിരുന്ന രൂപം ലബ്ബൈക്. ഉത്തരം ചെയ്യാൻ തയ്യാറായി, ഞാനിവിടെ ഉണ്ട് അനസേ മോനെ, അബൂ ഹുറൈറ നീ എവിടെ, അബൂബക്കർ നീ എവിടെ, ലബ്ബൈക് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ശിഷ്യഗണങ്ങളോട് പ്രത്യുത്തരം ചെയ്ത ഒരു നബിയല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയല്ലേ നമുക്കും ലബ്ബൈക് എന്ന് ഈ വിനീതരായ നമ്മുടെയൊക്കെ വിളി കേട്ട് ഉത്തരം ചെയ്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അണച്ചുകൂട്ടി പിടിച്ച് വാരിപ്പുണർന്ന് അതിലേക്ക് സഹായകമായ നീക്കങ്ങളും പ്രവൃത്തികളും അക്ഷരങ്ങളും വാക്കുകളും ജീവിതത്തിലുള്ള നീളം പുലർത്താൻ, കബൂലാകാൻ അല്ലാഹു തആല നമുക്ക് അനുഗ്രഹം തരട്ടെ എന്ന ദുആ മാത്രമേ ഉള്ളൂ. പ്രഭാതത്തിലും മദീന മുനവ്വറയിലേക്ക് കയറി ചെന്നപ്പോൾ പ്രതീക്ഷയുള്ളതൊക്കെ ഉണ്ടവിടെ. റൗള ഷരീഫിലേക്ക് കയറുമ്പോൾ ഇടത്തെ ഭാഗത്ത് അവിടത്തേക്ക് സലാത്ത് സലാം വർഷിപ്പിക്കുമ്പോ ഷഫാഅത്തി
ലിഅഹ്ലിൽ കബാഇരി മിൻ ഉമ്മതി എന്ന് പ്രഘോഷിച്ച സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഅഹ്ലനാ ഇല്ലായ സയ്യിദി ഖൈറൻ നബി. അതേ നമുക്കുള്ളൂ പ്രതീക്ഷ. ഹുവ മൽജഉ ശുഫാഇ സാഹിബു സജ്ദത്തിൻ യൗമ الزിഹാമി ഫലാ യഖീബു റജാഉ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിലേക്കുള്ള നമ്മുടെ വഴികാട്ടി, അല്ലാഹുവിലേക്കുള്ള നമ്മുടെ വസീല സല്ലല്ലാഹു വസല്ലമ അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് അസ്സലാമു അലൈകി യാ ബിളഅത്തൽ മുസ്തഫ السيدة فاطمة الزهراء اشفعي لنا عند والدك عند أبيك يا فاطمة رضي الله عنها وعن أمهات المؤمنين أجمعين وآخر دعوانا أن الحمد لله رب العالمين.